നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമീല ജോജി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ്റാണ്. അപ്പം ഞാൻ കുട്ടികളുടെ വാക്സിനേഷൻ, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഒരു ലിസ്റ്റുണ്ട്. ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഇത് എല്ലാം കറക്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പീഡിയാട്രിഷ്യൻസ് ഇന്നത് കൊടുക്കാൻ പറയും. അപ്പോൾ ചില പേരൻസിന് ടെൻഷനാണ്, ഇതെല്ലാം വേണമോ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സൈറ്റിൽ, നമ്മൾ എവിടെയെങ്കിലും വായിച്ചാലല്ല, ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റ്സിൽ പോയിട്ട് ഈ വാക്സിനെ പറ്റിയൊക്കെ വായിക്കുക, എന്തിനാണ് ഇത് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ വാക്സിൻസൊക്കെയും കുഞ്ഞുങ്ങൾക്ക് മിസ് ചെയ്യാതെ എടുക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ ജപ്പാൻ ജ്വരമൊക്കെ ഇനി അധികമായിട്ട് വന്നു തുടങ്ങും, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുക. അത് ഗവൺമെൻറ് ലിസ്റ്റിനകത്ത് ഉള്ളതാണ്, അത് എല്ലാവർക്കും എടുക്കുന്നതാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്സിൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എക്സ്ട്രാ വാക്സിൻസ് എന്താ എടുക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ 5 വയസ്സ് വരെ ചിക്കൻ ബോക്സ് ഒന്നും കുഞ്ഞിന് വന്നിട്ടില്ല. അപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ്, അത് എടുക്കാം. എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അതൊന്നും. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ. ഇപ്പോൾ ഗവൺമെൻറ് സ്കെഡ്യൂൾ ഇല്ലാത്ത വാക്സിൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ സ്കെഡ്യൂൾഡ് അല്ല, പക്ഷേ എന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ്, അതായത് വാക്സിനേഷൻ കൗണ്ടറിലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നമ്മുടെ പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് ഇന്ന വാക്സിൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൊവിഷനുണ്ട്. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാക്സിൻസ് കൂടാതെ ബാക്കി എല്ലാ വാക്സിൻസും ഗവൺമെൻറ്റിലും അത് ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ആ വാക്സിൻസ് അതേപോലെ ഫോളോ ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാ വാക്സിൻസും എടുക്കുക. അപ്പോൾ എന്തിനാണ് വാക്സിൻസ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോഴും സ്ട്രെസ്സാണ്, എന്തിനാണ് വാക്സിൻ എടുക്കുന്നതെന്ന്. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരാവുന്നതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി അസുഖങ്ങളുണ്ട്, അതിൽ ഇത്രയും അസുഖം ഉണ്ടെങ്കിൽ അതിൽ ഇത്രയാണ് പ്രിവെൻറ്റീവ്. ആ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ്, ആ അസുഖങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു പ്രതിരോധ ശേഷി കൊടുക്കുകയാണ്. കാരണം ഒരു വൈറസ് ഇപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തോട്ട് വരുമ്പോൾ ആ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ വൈറസിൻ്റെ തന്നെ വീര്യം കുറവാക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഈ വരുന്ന വൈറസിനെ പ്രതിരോധിക്കും, അതാണ് ഈ മെക്കാനിസം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ വലിയൊരു അസുഖം വരാതിരിക്കും. അപ്പോൾ ഈ ഒരു സീസൺ ഇനി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, അതായത് ന്യൂമോകോക്കൽ PCV എന്ന് പറയും, ന്യൂമോകോക്കൽ ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിൻ, അത് ഗവൺമെൻറ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 10-14 ആഴ്ചകളിലൊക്കെ അതിൻ്റെ കറക്റ്റ് ഡോസ് അനുസരിച്ച് 1.5 വയസ്സിനകത്ത് ആ കോഴ്സ് തീരണം. നിങ്ങളുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പീഡിയാട്രിഷനെ കണ്ടിട്ട് ക്യാച്ചപ്പ് വാക്സിനേഷനായിട്ട് അതെടുക്കണം. പിന്നെ 1.5 വയസ്സിൻ്റെ മിസ് ചെയ്യരുത്, 5 വയസ്സിൻ്റെ മിസ് ചെയ്യരുത്, 10 വയസ്സാകുമ്പോഴും മിസ് ചെയ്യരുത്. അപ്പോൾ എക്സ്ട്രാ വാക്സിൻസ് എന്ന് വെച്ചാൽ ടൈഫോയിഡിൻ്റെ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ, അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വാക്സിൻ, ഫ്ലൂ വാക്സിൻ, ഈ വാക്സിനുകളാണ് എക്സ്ട്രാ വാക്സിൻസ് ഉള്ളത്. അപ്പോൾ ഈ വാക്സിൻസും കഴിയുന്നതും കുഞ്ഞുങ്ങൾക്ക് എടുക്കുവാൻ ശ്രമിക്കുക.